ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ചെറിയൊരു പാചക വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ കൂട്ടുകാരാരെങ്കിലും പുതുതായിട്ട് വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടാലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കർക്കിടക മാസമൊക്കെ അല്ലേ, അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കർക്കിടക കഞ്ഞീൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി ഇതെങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. നല്ലൊരു മൺചട്ടി എടുത്തിട്ടുണ്ട്. അതിൽ അത്യാവശ്യം നല്ല ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ തിളച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതാ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യം നല്ല ചുമന്ന കളറിലുള്ള നെല്ലുത്തേരിയാണ്. നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന നെല്ലുത്തേരി വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ കഞ്ഞി പല ആൾക്കാരും പല രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങളെ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഞാനിത് കാണിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലോണം ഉലുവെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിക്ക് ആവശ്യം കുറച്ച് ചെറിയ ഉള്ളിയാണ്. അപ്പോൾ ചെറുള്ളി തോലും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചതിന് ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ട് വെള്ളത്തിലിട്ട് കുറച്ച് സമയം വെക്കണം. എന്നിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം. അങ്ങനെ അരി കുറേ സമയം വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട്. ഒരു 3-4 വെള്ളത്തിൽ ഇട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അങ്ങനെ അരി നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഉലുവയും ഉള്ളിയൊക്കെ നന്നായിട്ട് വെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചായിട്ട് അരിയിട്ട് കുറച്ച് സമയം വേവിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കി. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഉലുവയും ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കുറച്ച് സമയം കൂടി വേവിച്ചതിന് ശേഷം ലാസ്റ്റ് നന്നായിട്ട് ചെറിയതായിട്ട് ചിരവിയെടുത്ത തേങ്ങയും കൂടി ചേർത്താൽ സ്വാദിഷ്ടമായ ഉലുവ കഞ്ഞി തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മളെ മക്കൾക്കൊക്കെ കൊടുത്താൽ ഒരുപാട് ഇഷ്ടമാവും. നല്ല തിക്കായിട്ട് നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് അറിയാൻ കഴിയും. ഈ തേങ്ങേൻ്റെ പാലൊക്കെ ഇറങ്ങി നല്ല രസമുണ്ടാവും കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ മക്കൾക്കൊക്കെ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്നാലും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.